അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ തൊങ്ങും എന്താണെന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക, ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ പൊന്തുക. അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നമ്മളെ ഇതിലൊക്കെ ഇത് വല്ല ജീവികളാണോ വല്ല ബാക്ടീരിയ ആണോ ഇങ്ങനെ ഉണ്ടാവുന്നത്, അതിന് കാരണമാവുന്നത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി തീർക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചെരിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരുപാടെണ്ണം ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് സാധാരണ അതിട്ടിട്ട് പുറത്ത് പോകാൻ ചിലപ്പോൾ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഇവരാണ്. കണ്ടില്ലേ, ഇതാണിപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നൂലിങ്ങനെ കൂടി നിൽക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ബാക്ടീരിയ ഒന്നുമില്ല. നോക്കിയിട്ട് കിട്ടിയവ എത്ര നോക്കിയിട്ട് തന്നെ നൂല് കൂടി നിൽക്കലാണ്. അപ്പോൾ ഈ നൂലിൻ്റെ ക്വാളിറ്റി, ഈ ശീലൻ്റെ നൂലിൻ്റെ ക്വാളിറ്റി കുറവാണ് ഇതിങ്ങനെ ആവാൻ കാരണം. അതായത് ഓരോ നൂലിനും ഉണ്ടാവില്ലേ, ഓരോ നൂലും അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ, അത് വിട്ട് വരുമ്പോഴാണ് ഇതിങ്ങനെ പൊന്തുന്നത്. ആ പൊന്തി കഴിഞ്ഞാൽ അത് കൂടി നിൽക്കും, പിന്നെ അത് കട്ടായി മാറും. അങ്ങനെയാണ് ഇത് നമുക്കിങ്ങനെ തൊങ്ങായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അതാണ് കണ്ടില്ലേ. അതിപ്പോൾ ഈ കെട്ട് കുടുങ്ങി കൊടുത്ത് അല്ലെങ്കിൽ ഈ തൊങ്ങ് പൊന്തി കൊടുത്ത് അവിടെ ഒരുപാട് നൂലുകൾ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയി ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ ആ ശീലൻ്റെ നൂലിൻ്റെ പ്രശ്നമാണ്. കണ്ടില്ലേ, ഈ നൂലിങ്ങനെ കുറേ പൊന്തിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ നൂല് പൊന്തിക്കണതൊക്കെ അവസാനം കെട്ടുകൂടാണ്. കുറച്ചും കൂടി ആയിട്ട് വരും, പിന്നെ അത് കെട്ടുകൂടും. അത് പിന്നെ നമുക്ക് അലോസരമായിട്ട് തോന്നും. ഇതിൻ്റെ കാരണം ഒന്നാമത് ചിലപ്പോൾ നമ്മൾ സോപ്പ് പൊടിയുടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അലക്ക് സോപ്പിൻ്റെ പ്രശ്നമായിട്ടും വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗം ചിലപ്പോൾ ഒരെള്ളോടത്ത് ചെന്നിരുന്നാൽ തറമ്മലൊക്കെ ചെന്നിരുന്നാലും വരാൻ സാധ്യതയുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ശീലൻ്റെ നൂലിൻ്റെ ക്വാളിറ്റീൻ്റെ കുറവ് തന്നെയാണ് മറ്റൊരു കാരണം. ഇതിങ്ങനെ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള സീനാണ്. വല്ല മഞ്ഞുള്ള സ്ഥലത്ത് പോയ പോലൊക്കെ ഉണ്ട്. ഇത് വൈറ്റാണ് കേട്ടോ, ഡ്രസ്സ് വൈറ്റ് ശീലമാണ്. അതാണ് ഇങ്ങനെ വൈറ്റായിട്ട് തോന്നുന്നത്. കണ്ടില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ആ നൂലിൽ നിന്ന്, ശീലൻ്റെ നൂലിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള നൂലിങ്ങനെ പൊന്തി നിൽക്കുകയാണ്. കണ്ടില്ല, അപ്പോൾ അത് പൊന്തിക്കാനുള്ള കാരണം നമ്മൾ ശീലൻ്റെ ക്വാളിറ്റി കുറവാണ് എന്നാണ് അധികം ഉണ്ടാവല്. പിന്നെ നമ്മൾ ഉപയോഗം കൂടിയാലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗം കൂടിയ ഭാഗത്താണ് കൂടുതൽ പൊന്തുക. ഒന്നുകിൽ ഇരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ കൈമുട്ടിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നമ്മളെ കൈ തട്ടുന്ന മറ്റേ മുന്നിലെ പള്ളയുടെ ഭാഗം, വയറിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് രണ്ടെട്ടം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഷേവിങ് സെറ്റ് എടുത്തിട്ട് അതിൽ ബ്ലേഡ് എടുത്തിട്ട് ഈ ശീല കറക്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാലൊന്ന് ഇസ്തിരി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യക്കാർ ചെന്ന് കാണണം. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും.